കേരള വിഷൻ ന്യൂസ് ബിഗ് ബ്രേക്കിംഗ്. PSC കോഴ വിവാദത്തിൽ ആരോപണ വിധേയനായ പ്രമോദ് കോട്ടൂളിക്ക് താൻ പണം നൽകിയില്ലെന്ന് ചേവായൂർ സ്വദേശി ശ്രീജിത്ത്. താൻ CPIM-ന് അത്തരത്തിലൊരു പരാതിയും നൽകിയിട്ടില്ലെന്നും ശ്രീജിത്ത് കേരള വിഷൻ ന്യൂസിനോട് പറഞ്ഞു. അങ്ങനൊന്നും പറയാൻ പറ്റില്ല മാഡം. എനിക്ക് നിലവിൽ ഒരു പരാതിയും ഇല്ല. ഞാൻ ആർക്കും ഇതുവരെ ഒരു പരാതി കൊടുത്തിട്ടുമില്ല. ഞാൻ ഒരു പ്രമോദിന് ഒരു പൈസ കൊടുത്തിട്ടുമില്ല. പിന്നെ എന്തിനാണ് എനിക്ക് മനസ്സിലാകുന്നില്ല. പ്രമോദ് പറഞ്ഞത് ശരി, ഒരു പൈസ പോലും ഞാൻ കൊടുത്തിട്ടില്ല കേട്ടോ. വിവരങ്ങളുമായി റിയാസ് KMR ചേരുന്നു. റിയാസ്, ഇന്നലെയാണ് പ്രമോദ് കോട്ടൂളി വൈകിട്ടോടുകൂടി പരാതിക്കാരനായ ശ്രീജിത്തിന്റെ വീട്ടിലെത്തുന്നതും ആർക്ക് പണം നൽകി എന്നത് വെളിപ്പെടുത്തണമെന്നും വ്യക്തമാക്കണമെന്നത് ഉൾപ്പെടെ പറഞ്ഞ് അമ്മയും മകനും ഒത്ത് ശ്രീജിത്തിന്റെ വീട്ടിലേക്ക് പോയി ഒരു സമരം ഇരിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ ഇന്നലെ അടക്കം കണ്ടതാണ്. താൻ ആദ്യമായിട്ടാണ് ശ്രീജിത്തിന്റെ വീട്ടിലേക്ക് പോകുന്നത്. പരിചയക്കാരനാണ് എന്നത് ശരിയാണ്, പക്ഷേ ഇദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ആദ്യമായിട്ടാണ് പോകുന്നത് എന്നടക്കം ഇന്നലെ പ്രമോദ് കോട്ടൂളി വ്യക്തമാക്കിയിരുന്നു. ഇന്നിപ്പോൾ പരാതിക്കാരനായ ശ്രീജിത്ത് തന്നെ പറയുന്നു താൻ പ്രമോദ് കോട്ടൂളിക്ക് പണം നൽകിയിട്ടില്ല എന്നാണ് പറയുന്നത്. എന്താണ് വിശദാംശങ്ങൾ? എന്തായാലും ഒരു നിർണായകമായ വെളിപ്പെടുത്തലാണ് ഈ ആണ് എന്ന് പറയപ്പെട്ടിരുന്ന ശ്രീജിത്തിന്റെ. പരാതിക്കാരനല്ല, താൻ പരാതി നൽകിയിട്ടില്ല എന്നാണ് ശ്രീജിത്ത് ഇപ്പോൾ വെളിപ്പെടുത്തുന്നത്. PSC കോഴ സംബന്ധിച്ചോ അല്ലെങ്കിൽ മറ്റൊരു കാര്യമോ താൻ പാർട്ടിക്കോ മറ്റാർക്കെങ്കിലുമോ പരാതി നൽകിയിട്ടില്ല. പ്രമോദ് പറഞ്ഞതാണ് ശരി. മാത്രമല്ല, താൻ പ്രമോദിന് പണം നൽകിയിട്ടില്ല എന്ന് ശ്രീജിത്ത് പറയുന്നു. ശ്രീജിത്തിന്റെ വീട്ടിന് തൊട്ടു മുൻപിൽ തന്നെയാണ് നമ്മളിപ്പോഴും ഉള്ളത്. ചേവായൂരിലെ വീട് ആണ് എൻ്റെ പിറകിലുള്ളത്. നമ്മൾ ഉച്ച മുതൽ അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിനായി ഇവിടെ കാത്തിരിക്കുകയായിരുന്നു. അപ്പോൾ അദ്ദേഹം ഉച്ചയ്ക്ക് മുൻപ് തന്നെ ഇവിടെ നിന്ന് പോയിരുന്നു എന്ന് വീട്ടുകാർ പറയുന്നൊരു സാഹചര്യമുണ്ടായി. ശ്രീജിത്തിൻ്റെ വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണ് അദ്ദേഹവുമായി ഫോണിൽ ബന്ധപ്പെടുന്ന ഒരു സ്ഥിതി ഉണ്ടായത്. ഫോണിൽ ബന്ധപ്പെട്ടപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ നിർണായകമായ വെളിപ്പെടുത്തലുണ്ടായിരിക്കുന്നത്. അതായത് താൻ ആർക്കും പണം നൽകിയിട്ടില്ല, താൻ ആർക്കും പരാതി നൽകിയിട്ടില്ല, CPM-നോ മറ്റ് ഘടകങ്ങൾക്കൊന്നും പരാതി നൽകിയിട്ടില്ല. പ്രമോദ് പറഞ്ഞതാണ് ശരി. സ്വാഭാവികമായും നമ്മളപ്പോൾ ചോദിച്ച ഒരു കാര്യം, അങ്ങനെയാണെങ്കിൽ പ്രമോദ് കോട്ടൂളി ഇന്നലെ അമ്മയോടും സഹോദരനോടും അമ്മയോടും മകനോടും ഒപ്പം ഇവിടെ താങ്കളുടെ വീടിൻ്റെ മുൻപിൽ വന്ന് പ്രതിഷേധിച്ചിരുന്നല്ലോ എന്ന് ചോദിച്ചപ്പോൾ അതിൽ താൻ പ്രമോദിന് പഴി പറയുന്നില്ല, കുറ്റം പറയുന്നില്ല. കാരണം പ്രമോദിന് ആ ഒരു പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് പോലും തനിക്ക് പരാതിയില്ല എന്ന് അദ്ദേഹം പറയുന്നു. കാരണം അതിൽ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പരാതിയില്ല, ആ സമയത്ത് താൻ ഇവിടെ ഉണ്ടായിരുന്നില്ല, താനോ കുടുംബമോ ഇവിടെ ഉണ്ടായിരുന്നില്ല, ഇല്ലാത്ത സമയത്താണ് പ്രമോദ് വന്നത്. അതുകൊണ്ട് തന്നെ സമാധാനപരമായ ഒരു സമരമായിരുന്നു ഇവിടെ നടന്നത്. അതുകൊണ്ട് അത്തരത്തിലൊരു പരാതിയുമില്ല എന്നാണ് അദ്ദേഹം വെളിപ്പെടുത്തിയത്. ഏറെ നിർണായകമാകുന്ന ഒരു വെളിപ്പെടുത്തൽ, താൻ പ്രമോദിന് പണം നൽകിയിട്ടില്ല എന്നുള്ളതാണ്. പ്രമോദിനെതിരെ താൻ ആർക്കും ഒരു പരാതിയും നൽകിയിട്ടില്ല എന്നുള്ളതും നിർണായകമായൊരു വെളിപ്പെടുത്തലായി വരികയാണ്. റിയാസ്, കൂടാതെ തന്നെ ഇന്നലെ പാർട്ടിക്കുള്ളിലുള്ള ഗൂഢാലോചന നടന്നു എന്നുള്ള കാര്യം നേരത്തെ തന്നെ ശ്രീജിത്ത് പ്രമോദ് കോട്ടൂളി സൂചിപ്പിച്ചിരുന്നു. ഇതിൽ പാർട്ടിയുടെ ഭാഗത്തു നിന്നുള്ള ഗൂഢാലോചനയാണോ എന്നുള്ള ചോദ്യത്തിന് അദ്ദേഹം മറുപടി പറഞ്ഞത് അത് തനിക്ക് അറിയില്ല. കൂടാതെ തന്നെ പാർട്ടിയെ ഒരിക്കലും തള്ളി പറയുന്നില്ല എന്നുള്ള രീതിയിലാണ് പ്രമോദ് കോട്ടൂളി രംഗത്ത് വന്നിരുന്നത്, അല്ലേ? തീർച്ചയായും. എന്തായാലും പ്രമോദ് ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് തനിക്കെതിരെ ഗൂഢാലോചന നടന്നു, അതിൻ്റെ ഇരയാണ് താൻ എന്ന രീതിയിലാണ് പ്രമോദ് ഇന്നലെ സംസാരിച്ചത്. അതേസമയം തന്നെ അദ്ദേഹം പാർട്ടിയെ ഒന്നും തന്നെ തള്ളിപ്പറയാൻ തയ്യാറായിരുന്നില്ല. ഇന്ന് രാവിലെ കൂടി അദ്ദേഹം നിയമ നടപടി സ്വീകരിക്കും, അത് തൻ്റെ അഭിഭാഷകരുമായി ആലോചിച്ച് നിയമ നടപടി സ്വീകരിക്കും തുടങ്ങിയ കാര്യങ്ങൾ പറയുമ്പോഴും പ്രമോദ് പാർട്ടിയെ തള്ളിപ്പറഞ്ഞിരുന്നില്ല എന്നുള്ളത് ഏറെ ശ്രദ്ധേയമായൊരു കാര്യമാണ്. മാത്രമല്ല, എടുത്തു പറയേണ്ട മറ്റൊരു വിഷയം എന്ന് പറയുന്നത്, ഈ പ്രമോദ് ഇന്ന് അദ്ദേഹത്തിൻ്റെ അഭിഭാഷകരുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. ഇന്ന് പരാതി നൽകുന്നത് ഉണ്ടാകില്ല, ഒരുപക്ഷെ നാളെയായിരിക്കും അത് എന്നുള്ള സൂചനകളാണ് വരുന്നത്. ഇനിയിപ്പോൾ നമുക്ക് പ്രമോദിൻ്റെ ഒരു പ്രതികരണം കൂടി ഈ വിഷയത്തിൽ തേടേണ്ടതുണ്ട്. അത് അല്പസമയത്തിനകം തന്നെ പ്രമോദിൻ്റെ വീട്ടിലോ അല്ലെങ്കിൽ എവിടെയാണോ പ്രമോദ് ഉള്ളത് അവിടെ പോയി നമുക്ക് ഈ പ്രതികരണം ലഭ്യമാക്കാൻ പറ്റും എന്നാണ് ഞാൻ കരുതുന്നത്. റിയാസ്, അതേപോലെ തന്നെ ശ്രീജിത്തിന്റെ പരാതിയിലാണ് പ്രമോദിനെതിരെ നേരത്തെ തന്നെ പരാതി നൽകിയിരുന്നത്. ഇതിൽ എന്താണ് ഇനി വ്യക്തമാവാനുള്ളത്? എന്താണ്?
ശ്രീജിത്ത് ഇപ്പോൾ പറഞ്ഞതാണ് ഏറ്റവും വ്യക്തതയുള്ളൊരു കാര്യം. താൻ ആർക്കും പരാതി നൽകിയിട്ടില്ല, താൻ പാർട്ടിക്കോ അല്ലെങ്കിൽ മറ്റ് ആർക്കെങ്കിലുമോ പ്രമോദിനെതിരെ പരാതി നൽകിയിട്ടില്ല എന്ന് ശ്രീജിത്ത് പറയുന്നു. നേരത്തെ CPM-ന്റെ ജില്ലാ നേതൃത്വവും അത് തന്നെ വ്യക്തമാക്കിയത് PSC കോഴ സംബന്ധിച്ചൊരു പരാതി ലഭിച്ചിട്ടില്ല എന്ന് പറയുന്നു. സ്വാഭാവികമായും അങ്ങനെയെങ്കിൽ ഈ പരാതി ഇല്ല എന്നൊരു രീതിയിലേക്ക് നമുക്ക് പോകേണ്ടി വരും. പക്ഷേ പരാതി നൽകിയെന്നുള്ള വിവരമാണ് CPIM വൃത്തങ്ങൾ നൽകുന്നത്. പക്ഷേ അത് പരാതിക്കാരൻ എന്ന് പറയപ്പെട്ടിരുന്ന ശ്രീജിത്തും അത് ഇപ്പോൾ നിഷേധിച്ചിരിക്കുന്നു. ഈ നടപടിക്ക് വിധേയനാക്കപ്പെട്ട പ്രമോദ് അങ്ങനെ ഒരു പരാതി ഇല്ല എന്ന് പറയുന്നു. CPM നേതൃത്വവും പറയുന്നു. ഇതേക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ വ്യക്തമാക്കേണ്ടത് ഈ 3 വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്. 3 പേരും പരാതി ഇല്ല എന്നാണ് പറയുന്നത്. പുതിയ ഒരു നിർണായകമായ ഈ ശ്രീജിത്തിൻ്റെ കൂടി വെളിപ്പെടുത്തലോട് ശ്രീജിത്ത് ഇതുവരെ ഒരു മാധ്യമത്തോട് പോലും പ്രതികരിച്ചിരുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ കേരള വിഷൻ ന്യൂസിനോട് ഫോണിലെങ്കിലും അദ്ദേഹം പ്രതികരിക്കാൻ തയ്യാറായി എന്നുള്ളതുമാണ്. ശരി. PSC കോഴ വിവാദത്തിൽ ആരോപണ വിധേയനായ പ്രമോദ് കോട്ടൂളിക്ക് താൻ പണം നൽകിയിട്ടില്ലെന്ന് ചേവായൂർ സ്വദേശി ശ്രീജിത്ത് താൻ CPM-ന് അത്തരത്തിൽ ഒരു പരാതിയും നൽകിയിട്ടില്ലെന്നും ശ്രീജിത്ത് കേരള വിഷൻ ന്യൂസിനോട് പറഞ്ഞു. കേരള വിഷൻ ന്യൂസ് ബിഗ് ബ്രേക്കിംഗ്.